ഹായ്, ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരു റാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ചെരുപ്പിനും ഉപയോഗിക്കാം, അതുപോലെ തന്നെ കിച്ചണിലേക്ക് പാത്രം വെക്കാനും ഉപയോഗിക്കാം. ഇനി എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. റാക്ക് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് വയറിങ്ങിൻ്റെ പൈപ്പാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ISA പൈപ്പാണ്, അതാകുമ്പോൾ കൂടുതൽ ഉറപ്പ് ലഭിക്കും. ഇത് 3 തട്ടായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓരോ തട്ടും 60 സെൻറ്റിമീറ്ററിൻ്റെ 3 പീസ് വേണം ഒരു തട്ട് അടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 4 ഇഞ്ച് 10 സെൻറ്റിമീറ്ററിൻ്റെ 4 പീസ്. ഇത് 3 ഇഞ്ചാണ്, അതായത് 9 സെൻറ്റിമീറ്റർ, അത് 4 പീസ്. ഇത് 3 സെൻറ്റിമീറ്ററിനാണ്, അതിലും 4 പീസ് വേണം. പിന്നെ വേണ്ടത് 20 mm ടീ ആണ് വേണ്ടത്. 20 mm ടീ ആണിത്. ഇത് ഡ്രൈ വാൾ സ്ക്രൂ ആണ്. ഡ്രൈ വാൾ സ്ക്രൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് തന്നെ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തിരിച്ച് കയറ്റാൻ പറ്റും. അതുകൊണ്ട് ഈ സ്ക്രൂ തന്നെ ഉപയോഗിക്കുന്നത് നല്ലത്. 1/2 ഇഞ്ച് സ്ക്രൂ ഉപയോഗിച്ചാൽ മതി. ഇനി ഇതെങ്ങനെയാണ് ജോയിൻറ്റ് ചെയ്യുന്നതെന്ന് വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിൽ 4 ഇഞ്ചിൻ്റെ കട്ട് ചെയ്ത പീസ് ഉപയോഗിക്കുന്നത് അടിയിലേക്കുള്ള കാലായിട്ട് ഉപയോഗിക്കുന്നതാണ്. 2 ടീൻ്റെ നടുക്ക് ഉപയോഗിച്ചത് 3 ഇഞ്ചിൻ്റെ പീസാണ്. പിന്നെ ലാസ്റ്റ് വരുന്ന ടീ കണക്ട് ചെയ്യാൻ ഉപയോഗിച്ചതാണ് ആ 3 സെൻറ്റിമീറ്ററിൻ്റെ ഏറ്റവും ചെറിയത്. ഇതുപോലെ കണക്ട് ചെയ്ത് എല്ലാ പൈപ്പും ടീയിലേക്ക് കറക്റ്റ് കയറ്റിയതിന് ശേഷമാണ് ഇനി സ്ക്രൂ ചെയ്യേണ്ടത്. സ്ക്രൂ ചെയ്യുമ്പോൾ എപ്പോഴും ഇതുപോലെ തിരിച്ചു വെച്ച് അടിഭാഗത്താണ് സ്ക്രൂ ചെയ്യുന്നത് നല്ലത്. എന്നാൽ സ്ക്രൂ മുകളിലേക്ക് കാണില്ല. എല്ലാ ജോയിൻറ്റിലും സ്ക്രൂ ചെയ്യണം. ഓരോ പൈപ്പും ടീം വരുന്ന ഭാഗം സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കുന്നതാണ് നല്ലത്. സോൾവെൻ്റ് ഇട്ടാൽ നല്ല ഒട്ടാൻ സാധ്യത കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ സ്ക്രൂ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഗം ഉപയോഗിക്കണമെങ്കിൽ ഗം ഉപയോഗിക്കാം. സ്ക്രൂ ആകുമ്പം ഏതെങ്കിലും ഒരു പീസ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അത് മാറ്റാനും സ്ക്രൂ ചെയ്യുന്നതാണ് എളുപ്പം. ഇതുപോലെ സ്ക്രൂ ചെയ്തതിന് ശേഷം 2 തട്ട്, ഞാൻ 3 തട്ടാണ് ഉണ്ടാക്കുന്നത്. ആദ്യം 2 തട്ട് ജോയിൻറ്റ് ചെയ്താണ്, മൂന്നാമത്തെ ഇതുപോലെ അതിലേക്ക് ജോയിൻറ്റ് ചെയ്ത് ഇറക്കി വെക്കുക. നിങ്ങൾക്ക് 4 തട്ട് വേണമെങ്കിൽ 4 തട്ട് ഉണ്ടാക്കാം, 2 ആണെങ്കിൽ 2 ഉണ്ടാക്കാം. ഞാൻ 3 തട്ടിൻ്റെയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്.
ഇത് പൈപ്പ് അളക്കുമ്പോൾ കറക്റ്റ് അളവാണ്, അല്ലെങ്കിൽ ജോയിൻറ്റ് ചെയ്യാൻ പിന്നെ ഒരു ബുദ്ധിമുട്ടായി തീരും. ഇതുപോലെ തിരിച്ചു വച്ചതിന് ശേഷം ആ ലാസ്റ്റത്തെ പീസും സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കുക. ഇതിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അളവാണ്. പൈപ്പ് എപ്പോഴും മെഷർമെൻറ്റ് ടേപ്പ് ഉപയോഗിച്ച് കറക്റ്റ് അളവ് തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഈ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ 3 ലെങ്ത് 20 mm ISI പൈപ്പാണ് ഞാൻ ഉപയോഗിച്ചത്. പിന്നെ 20 mm 26T ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ 4 എൽബോ, പിന്നെ സ്ക്രൂ, ഡ്രൈവാൾ സ്ക്രൂ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ച് ഇത് നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ഈസിയായി നിർമ്മിക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക് യു.